ഛത്തീസ്ഗഡിലെ മദ്യ അഴിമതി കേസിൽ കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഭൂപേഷ് ബാഗലിന്റെ മകൻ ചൈതന്യ ബാഗലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. ഇന്ന് രാവിലെ ഭൂപേഷ് ബാഗലിന്റെയും മകൻ ചൈതന്യ ബാഗലിന്റെയും വീടുകളിൽ ഇഡി പരിശോധന നടത്തിയിരുന്നു. മദ്യ അഴിമതി കേസിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലാണ് ചൈതന്യ ബാഗലിനെ അറസ്റ്റ് ചെയ്തത്, അല്ലേ? നിഖിൽ, 2018 മുതൽ 22 വരെ ഇരുന്ന കാലഘട്ടത്തിൽ ഛത്തീസ്ഗഡിലെ മദ്യവിതരണവുമായി ബന്ധപ്പെട്ട അഴിമതിയാണ് ഇപ്പോൾ ഈ അറസ്റ്റിലേക്ക് നയിച്ചത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് 70 പേർക്കെതിരെ, ഈ ചൈതന്യ ബാഗൽ അടക്കം 70 പേർക്കെതിരെ നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. മാത്രമല്ല, ഇവരുടെ ഏതാണ്ട് 205 കോടിയോളം രൂപ വിലമതിക്കുന്ന സ്വത്തും കണ്ടുകെട്ടിയിരുന്നു. ഇന്നിപ്പോൾ രാവിലെ മുതൽ ഭിലായിലുള്ള ഈ ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലിൻ്റെ വസതിയിൽ അവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. അവിടെ നിന്നും ചില തെളിവുകൾ ലഭിച്ചു എന്നുള്ളതാണ് ഈ സൂചനകൾ ലഭ്യമാകുന്നത്. ഇത് പ്രകാരമാണ് ചൈതന്യ ബാഗലിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടർ നീക്കങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതായത് സർക്കാർ മദ്യവിതരണശാലയിൽ വഴി അനധികൃതമായി മദ്യം വിറ്റത് വഴി ഏതാണ്ട് 2161 കോടി രൂപ അനധികൃതമായി സമ്പാദിച്ചു എന്നുള്ളതാണ് ഈ ഭൂപേഷ് ബാഗലിൻ്റെ മകൻ ചൈതന്യ ബാഗലിനും കൂട്ടാളികൾക്കുമെതിരെയുള്ള കേസ്. ശരി, നന്ദൻ.